നിങ്ങൾ എപ്പോഴെങ്കിലും ഇൻ്റർനെറ്റിൽ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുകയും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം തുറക്കുകയും ചെയ്തിട്ടുണ്ടോ? അത് ഇപ്പോൾ നിങ്ങൾ ഇതിനു മുമ്പ് സെർച്ച് ചെയ്തതിന് സമാനമായ ഉൽപ്പന്നങ്ങളുടെ പരസ്യങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ടെന്നും അവ എങ്ങനെ ആദ്യം മനസ്സിലാക്കുന്നുവെന്നും ചിന്തിച്ചിട്ടുണ്ടോ? ഒരു വ്യക്തിയുടെ വാങ്ങൽ മുൻഗണനകൾ മുതൽ അവൻ്റെ ആരോഗ്യസ്ഥിതി വരെ ഒരു വ്യക്തിയുടെ സ്വകാര്യ ഡാറ്റയുടെ പരിധിയിൽ വരും. ഒരു വ്യക്തി അവരുടെ ഐഡന്റിറ്റി തിരിച്ചറിയാൻ സഹായിക്കുന്നതിനായ ഡാറ്റയാണ് വ്യക്തിഗത ഡാറ്റ. വിഷയത്തിന്റെ മുൻകൂർ അനുമതിയില്ലാതെ ഈ ഡാറ്റ ആർക്കും പ്രചരിപ്പിക്കാൻ കഴിയില്ല. ഇത് പ്രധാനമായും ഡാറ്റ പരിരക്ഷണ നിയമങ്ങളിൽ ഉൾക്കൊള്ളുന്നു. വൻകിട കോർപ്പറേറ്റുകളും സർക്കാരും അവരുടെ സ്വന്തം അജണ്ടകൾ പിന്തുടർന്ന് ഉപഭോക്താക്കളുടെ സ്വകാര്യ ഡാറ്റയെ ദുരുപയോഗത്തിൽ നിന്നും സംരക്ഷിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഈ നിയമനിർമ്മാണം നടത്തുന്നത്. ഇന്ത്യയിലെ ഡാറ്റ സ്വകാര്യതാ നിയമങ്ങളെക്കുറിച്ചുള്ള സ്റ്റാറ്റസ് ക്യൂ നിർഭാഗ്യവശാൽ ഡാറ്റ പരിരക്ഷണ നിയമങ്ങൾ ഇന്ത്യയിൽ നിസ്സാരമായതിന് തുല്യമാണ്. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട്, അതിനോടനുബന്ധിച്ചുള്ള ഇൻഫർമേഷൻ ടെക്നോളജി നിയമങ്ങൾ ഡാറ്റ സ്വകാര്യതയെക്കുറിച്ച് ആശങ്കപ്പെടുന്നു. ഈ നിയമരംഗം കുറച്ചു കാലമായി നിയമനിർമ്മാണത്തിനായി സർക്കാരിന്റെ പിൻഭാഗത്താണ്. ഡാറ്റ സ്വകാര്യതാ നിയമങ്ങൾ ഇന്ത്യയിൽ കുറച്ചു കാണാത്തതിനാലും ഒരു സാധാരണക്കാരന് സ്വന്തം ഡാറ്റയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അറിവില്ലാത്തതിനാലുമാണ് ഇത്. ഈ അവബോധത്തിന്റെ അഭാവം ഉപയോക്താക്കളെ ഈ ബലഹീനതകൾ മുതലെടുത്ത് ഡാറ്റ ദുരുപയോഗം ചെയ്യുന്ന വൻകിട കോർപ്പറേഷനുകളിലേക്ക് നയിക്കുന്നു. ജസ്റ്റിസ് KS പുട്ടസ്വാമിയുടെയും മറ്റൊരു വി യൂണിയൻ ഓഫ് ഇന്ത്യയുടെയും സുപ്രധാന വിധിന്യായത്തിലൂടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഡാറ്റ സ്വകാര്യതയിലേക്കുള്ള ആളുകളുടെ കാഴ്ചപ്പാടും മാറ്റി. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ പരിധിയിൽ സ്വകാര്യതയിലേക്കുള്ള അവകാശം മൗലിക അവകാശമാണെന്നും വിധി പ്രസ്താവിച്ചു. ഈ വിധി പ്രത്യേകിച്ചും അവബോധം സൃഷ്ടിക്കുകയും അവരുടെ ഡാറ്റ യഥാർത്ഥത്തിൽ അന്തർലീനവും പ്രധാനപ്പെട്ടതും അതിൽ സംരക്ഷണത്തിന് യോഗ്യവുമാണെന്ന് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. ജുഡീഷ്യറിയുടെ അത്തരം ശ്രമങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഡാറ്റ സ്വകാര്യതയ്ക്കായി പ്രത്യേക നിയമങ്ങളൊന്നും ഇന്ത്യയിൽ നിലവിലില്ല. ഇന്ത്യയിലെ ഒരു കോൺക്രീറ്റ് ഡാറ്റ പ്രൊട്ടക്ഷൻ നിയമത്തിന്റെ ആവശ്യം ഒരു വ്യക്തിയുടെ സ്വകാര്യ ഡാറ്റയ്ക്ക് ഉടമയുടെ സമ്മതമില്ലാതെ പൊതു ഡൊമൈൻ പോലും ഇല്ലാത്തപ്പോൾ എന്തുകൊണ്ട് പരിരക്ഷണം ആവശ്യപ്പെടുന്നു എന്നതാണ് ഒരു ചോദ്യം. ഈ ചോദ്യത്തിന് രണ്ട് മടക്കുകളുണ്ട്. ആദ്യം, സ്വകാര്യ ഡാറ്റ പൊതുജനങ്ങൾക്ക് പോലും ആക്സസ് ചെയ്യാനാകാത്തപ്പോൾ അതിനെ പരിരക്ഷിക്കുന്നതിന്റെ പിന്നിലെ യുക്തി എന്താണ്? രണ്ടാമത്തേത്, സമ്മതം എന്ന വാക്ക് എന്താണ് സൂചിപ്പിക്കുന്നത്? അത് എപ്പോൾ ഉപഭോക്താവ് യഥാർത്ഥത്തിൽ നൽകിയെന്ന് പറയാൻ കഴിയും? ഇന്ത്യയിൽ ജനങ്ങളുടെ സ്വകാര്യ ഡാറ്റയുടെ കരിഞ്ചന്ത കുതിച്ചുയരുകയാണ്. ഇത് ഇന്ത്യക്കാരുടെ സ്വകാര്യതയെ അപകടത്തിലാക്കുന്നു. എന്നിട്ടും ഇന്ത്യക്കാരെ സുരക്ഷിതമായി സൂക്ഷിക്കുന്ന അർത്ഥവത്തായ വ്യക്തിഗത ഡാറ്റ പരിരക്ഷണ വ്യവസ്ഥകൾക്ക് മുൻഗണന നൽകുന്നതിനു പകരം വ്യക്തിഗതമല്ലാത്ത ഡാറ്റയെക്കുറിച്ചൊരു സ്വതന്ത്ര നിയമം കൊണ്ടുവരുന്നതിൽ സർക്കാർ തുടരുകയാണ്. സ്ത്രീകൾ, പത്രപ്രവർത്തകർ, മനുഷ്യാവകാശ സംരക്ഷകർ എന്നിവരെ പോലുള്ള ഡാറ്റ ചൂഷണം, ദുരുപയോഗം, വിവേചനം എന്നിവയ്ക്കായി ഇതിനകം ടാർഗറ്റ് ചെയ്തിരിക്കുന്ന ആളുകൾക്ക് ഇത് പ്രത്യേകിച്ച് പ്രശ്നകരമാണ്. ആക്സസ് ഇപ്പോൾ ഈ പ്രക്രിയയിൽ ഇൻപുട്ട് നൽകുന്നു. ശക്തമായ വ്യക്തിഗത ഡാറ്റ സംരക്ഷണ നിയമങ്ങൾ നടപ്പിലാക്കുന്നത് ഉറപ്പാക്കാനുള്ള ശ്രമങ്ങൾ റീഡയറക്റ്റ് ചെയ്യാൻ ഇന്ത്യയുടെ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയത്തോട് അഭ്യർത്ഥിക്കുന്നു. ഇന്ത്യൻ രോഗികളുടെ COVID-19 പരിശോധനാ ഫലങ്ങൾ ഓൺലൈനിൽ ചോർന്ന ഡാറ്റ ഇരുണ്ട വെബ് ഫോറങ്ങളിൽ വിൽപ്പനയ്ക്ക് വെച്ചിട്ടില്ല. പക്ഷേ ഗൂഗിൾ ഇൻഡെക്സിംഗ് COVID-19 ലാബ് ടെസ്റ്റ് റിപ്പോർട്ടുകൾ കാരണം ഇത് പൊതുവായി ആക്സസ് ചെയ്യാമെന്നതാണ് പ്രത്യേകിച്ചും ആശങ്കപ്പെടുത്തുന്നത്. ബീപ്പിംഗ് കമ്പ്യൂട്ടർ ആദ്യം റിപ്പോർട്ട് ചെയ്തത് ചോർന്ന PDF റിപ്പോർട്ടുകൾ government.in.nic.in ഡൊമെയിനുകൾ ഉപയോഗിക്കുന്ന സർക്കാർ ഏജൻസികളുടെ വെബ്സൈറ്റുകൾ പോസ്റ്റ് ചെയ്തു. സംശയാസ്പദമായ ഏജൻസികൾ ന്യൂഡൽഹിയിലാണെന്ന് കണ്ടെത്തി. ചോർന്ന വിവരങ്ങളിൽ രോഗികളുടെ മുഴുവൻ പേരുകളും
ജനന തീയതികളും പരിശോധനാ തീയതികളും പരിശോധന നടന്ന കേന്ദ്രങ്ങളും ഉൾപ്പെടുന്നു. കൂടാതെ പൊതുവായി ആക്സസ് ചെയ്യുന്ന രേഖകൾ പോസ്റ്റ് ചെയ്യുന്നതിന് സർക്കാർ എൻറ്റിറ്റികൾ ഉപയോഗിക്കുന്ന അതേ CMS സിസ്റ്റത്തിലാണ് രേഖകൾ ഹോസ്റ്റ് ചെയ്യുന്നതെന്ന് URL ഘടനകൾ സൂചിപ്പിച്ചു. COVID-19 രോഗികളുടെ ഡാറ്റ ഒരു ഇന്ത്യൻ ഇതര ID സേവനദാതാവിന് സോഴ്സ് ചെയ്യുന്നതിൽ കേരളത്തിൻ്റെ നടപടിയെ ചോദ്യം ചെയ്താണ് കേസ് ഫയൽ ചെയ്തത്. കോവിഡ് രോഗികളുടെ ഡാറ്റ ഇന്ത്യക്ക് പുറത്തുള്ള പ്രോസസ്സിംഗ്, വിശകലനം, സംഭരണം എന്നിവയ്ക്കായി US ആസ്ഥാനമായുള്ള സ്പ്രിംഗ്ലർ ഇൻകോർപ്പറേഷനിലുള്ള കരാർ സംബന്ധിച്ച് അപേക്ഷയിൽ ഈ കേസ് ഉയർന്നു. സെൻസിറ്റീവ് വ്യക്തിഗത ഡാറ്റ എല്ലായ്പ്പോഴും സംസ്ഥാനത്തിൻ്റെ നിയന്ത്രണത്തിലായിരിക്കുകയും ഇന്ത്യയിൽ സൂക്ഷിക്കുകയും ചെയ്യണമെന്ന് ഇലക്ട്രോണിക് ആൻഡ് ടെക്നോളജി മന്ത്രാലയം കോടതിയിൽ അറിയിച്ചു. മൂന്നാം കക്ഷി ID സേവനദാതാവുമായി പങ്കിടുന്നതിന് മുമ്പ് എല്ലാ ഡാറ്റയും അജ്ഞാതമാക്കണമെന്ന് കേരള ഹൈക്കോടതി വിലയിരുത്തി. അജ്ഞാതവൽക്കരണത്തിന് പ്രത്യേക മാനദണ്ഡങ്ങളൊന്നുമില്ല. ഡാറ്റ ചോർച്ചയുടെ ചില ശ്രദ്ധേയമായ കേസുകൾ ഇവയാണ്. 42 SBI 422 ദശലക്ഷം ഉപഭോക്താക്കളുടെ ഡാറ്റ തുറന്നുകാട്ടിയ സെർവറുകളിലൊന്ന് സുരക്ഷിതമല്ലാതാക്കി. മുംബൈയിൽ സ്ഥിതി ചെയ്യുന്ന സെർവറുകളിൽ ഭാഗിക ബാങ്ക് അക്കൗണ്ടുകൾ, നമ്പറുകൾ, ബാങ്ക് ബാലൻസുകൾ, ബാങ്കിൻ്റെ FBI ദ്രുത സേവനം ഉപയോഗിക്കുന്ന വ്യക്തികളുടെ നമ്പറുകൾ എന്നിവ അടങ്ങിയിരുന്നു. ഫെബ്രുവരിയിൽ ഒരു ഇന്ത്യൻ ഹെൽത്ത് കെയർ വെബ്സൈറ്റിൽ നിന്ന് 6.8 ദശലക്ഷം ഉപഭോക്താക്കളുടെ ഡാറ്റ ഫാലൻസ്കി 519 എന്ന ഹാക്കർ മോഷ്ടിച്ചതായി US സൈബർ സുരക്ഷാ സ്ഥാപനമായ FireEye കണ്ടെത്തി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആണവ നിലയവും അക്കൗണ്ടിയുടെ അപെക്സ് ബഹിരാകാശ ഏജൻസിയും സെപ്റ്റംബറിൽ ഹാക്ക് ചെയ്യപ്പെട്ടു. കുണ്ടംകുളം ന്യൂക്ലിയർ പവർ പ്ലാന്റിലും KKNPP ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനത്തിലും കമ്പ്യൂട്ടറുകളിൽ മാൽവെയർ ഇൻസ്റ്റാൾ ചെയ്തു. മാത്രമല്ല, തെറ്റായ തരത്തിലുള്ള ലിങ്കിൽ ഒരു ക്ലിക്കിലൂടെയേ വേണ്ടൂ. നമുക്കറിയാം, ജീവിതത്തെ മാറ്റിമറിച്ച പകർച്ചവ്യാധി കാരണം ലോകം മുഴുവനും കൂടുതൽ ഡിജിറ്റൽ ലോകത്തിലേക്ക് പോയ വർഷമാണ് 2020. ഈ വർഷത്തെ സിൽവർ ലൈനുകളിൽ ഒന്ന് ഡാറ്റയെയും ഡാറ്റ ഫ്ലോയെയും പ്രാധാന്യത്തെക്കുറിച്ചുള്ള ശ്രദ്ധയാകർഷിച്ചു. ഈ സൂചന കണക്കിലെടുത്ത് ഇന്ത്യൻ സർക്കാർ 2020 സാങ്കേതിക നയത്തിലും നിയന്ത്രണത്തിലും സുപ്രധാന നടപടികൾ കൈക്കൊണ്ടു. വ്യക്തിഗതമല്ലാത്ത ഡാറ്റ, ആരോഗ്യ ഡാറ്റ, സാമ്പത്തിക ഡാറ്റ, കൊമേഴ്സുമായി ബന്ധപ്പെട്ട ഡാറ്റ, മറ്റ് ഉപഭോക്തൃ അഭിമുഖ സേവനങ്ങൾ, ഡാറ്റ സ്വകാര്യതയുമായി ബന്ധപ്പെട്ട വ്യക്തിഗത അവകാശങ്ങളെക്കുറിച്ചും ജുഡീഷ്യറി നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. എക്കാലത്തെയും വ്യക്തിഗത ഡാറ്റാ പരീക്ഷണ ബിൽ അഥവാ TDP ബിൽ 2019 ഈ വർഷം സർക്കാർ ചർച്ചയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.